നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പഹൽഗാം ഭീകരർ ശ്രീലങ്കയിലോ ചെന്നൈ വഴി കൊളംബോയിലേക്ക് കടന്നതായി സൂചന. ബന്ദാരനായിക വിമാനത്താവളത്തിൽ UL 122 നമ്പർ വിമാനത്തിൽ പരിശോധന. ആരെയും കണ്ടെത്താനായില്ല. പ്രകോപിപ്പിച്ച് വീണ്ടും പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു. തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചു. ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും വിലക്ക്. പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ കയറ്റുന്നില്ല. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണും. വാക്സിൻ എടുത്ത ശേഷമുള്ള പേവിഷബാധയും മരണവും തുടരുന്നു. പത്തനംതിട്ടയിൽ മരിച്ചത് 13കാരി. കൊല്ലത്ത് 7 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച 5 രോഗികൾ മരിച്ചെന്ന് ബന്ധുക്കൾ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധ ടീം അന്വേഷണം ആരംഭിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ച നടൻ നിവിൻ പോളി ബേബി ഗേൾ സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ ഷൂട്ടിംഗ് മുടക്കി മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് പേര് പറയാതെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണം. വിഴിഞ്ഞം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ട്രോളുകൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ നേരത്തെ വന്നതിൽ രാജവംശത്തിലെ മരുമകന് സങ്കടം. സന്തോഷമായ ഒരു ദിനം കാണുമ്പോൾ ചില, ഞാൻ പേരിടുന്നില്ല, ചില രാജവംശത്തെ മരുമകൻ അവർക്ക് സങ്കടം. രാജീവ് ചന്ദ്രശേഖറിന്റെ VHP ഓഫീസ് സന്ദർശനത്തിന് വിലക്ക്. KPCCയിൽ നേതൃമാറ്റമില്ല. K സുധാകരൻ തുടരാൻ നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. മേൽനോട്ടത്തിന് പുതിയ സമിതിയെ നിയോഗിച്ചേക്കും. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം. ന്യൂസ് 18 വാർത്ത ശരിവെച്ച് സുധാകരൻ. പെഹൽഗാം തീവ്രവാദികൾ ശ്രീലങ്കയിലേക്ക് കടന്നുവെന്ന് സൂചന. വെടിവെപ്പിന് ശേഷം തീവ്രവാദികൾ ചെന്നൈ വിമാനത്താവളം വഴി കൊളംബോയിലേക്ക് കടന്നുവെന്നാണ് ഇന്റലിജൻസ് വിവരം. ശ്രീലങ്കയിലെ ബംഗാരനായിക വിമാനത്താവളത്തിൽ സുരക്ഷാ ജീവനക്കാർ പരിശോധന നടത്തി. പരിശോധനയിലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിവരം. പരിശോധന നടന്നത് ശ്രീലങ്കൻ അധികൃതരും സ്ഥിരീകരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സജിത്ത് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. സജിത്ത്, ആദ്യം ഈ ശ്രീലങ്കൻ എയർലൈൻസിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. കൃത്യമായി ഈ പരിശോധന നടന്നത് ഇന്ത്യയുടെ ആവശ്യപ്രകാരം എന്ന് തന്നെയാണോ വിവരം? ഇന്ത്യൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ 6 പേർ, തീവ്രവാദികളിൽ നിന്ന് സംശയിക്കുന്ന 6 പേർ ഉണ്ട് എന്നതായിരുന്നു വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്ക് വിവരം കൈമാറുകയും പിന്നീട് ബന്ദാരനായികയെ എയർപോർട്ടിൽ പരിശോധന നടക്കുകയാണ് ചെയ്തത്. 11:59 UL 122 എന്ന വിമാനം അവിടെ ലാൻഡ് ചെയ്തത്. ഇതിനനുസരിച്ചാണ് പിന്നീട് പരിശോധന നടത്തിയത്. മണിക്കൂറുകൾ, ഏകദേശം 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയാണ് നടന്നത്. ഈ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസും ഒപ്പം തന്നെ എയർപോർട്ട് ഒപ്പം അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധനയിൽ അത്തരം കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഒരുപക്ഷേ ഇന്റലിജൻസിന് തെറ്റായ വിവരം ആരെങ്കിലും കൈമാറിയതാവാം എന്ന സംശയത്തിലേക്കും വരുന്നുണ്ട്. എന്തായാലും സംശയകരമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. ഈ ശ്രീലങ്കയിലേക്ക് ഇവർ കടക്കാനുള്ള സാധ്യത എന്തായാലും ഇന്റലിജൻസ് കേന്ദ്രങ്ങളും തള്ളിക്കളയുന്നില്ല. കാരണം
ഇവർക്ക് പ്രതികളെ ഈ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികളെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാവാം. ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റു മേഖലകൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വഴി ഒരുപക്ഷെ ശ്രീലങ്ക പോലെയുള്ള ശ്രീലങ്ക, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് അത്തരം സാധ്യത നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം, ഇത്തരം ചില സൂചന കിട്ടിയ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന നടന്നത്. UL-122 എന്ന ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിലാണ് 6 തീവ്രവാദികൾ ഉൾപ്പെട്ടിരുന്നു എന്ന സംശയം ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. ഒരുപക്ഷെ തീവ്രവാദികൾ ഈ വിമാനത്തിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് മറ്റേതെങ്കിലും വഴി കടക്കാനുള്ള സാധ്യത, അത്തരം സാധ്യതകളൊക്കെ ഒരുപക്ഷെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടാവണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 13ാം ദിവസവും ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിവെപ്പുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം സൂചനകൾ കൂടി പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനം എന്നുള്ളത്. ഇപ്പോഴിതാ ബാലിസ്റ്റിക് മിസൈൽ കൂടി പരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കഴിയുന്നത്ര ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, അത്തരത്തിൽ ഒരു ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് തന്നെ ഏർപ്പെടുക, അങ്ങനെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലടക്കം പരിഹാരം കണ്ടെത്തുക, ഇങ്ങനെയൊരു നീക്കം പാകിസ്ഥാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടിക്കുമെങ്കിൽ പാകിസ്ഥാൻ ഞങ്ങളും സജ്ജരാണ്, ഞങ്ങളും തയ്യാറെടുക്കുന്നു എന്ന ഒരു തോന്നൽ പങ്കുവയ്ക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ അധികൃതർ തന്നെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നത്. അതായത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം കരയിൽ നിന്നും മറ്റൊരു കേന്ദ്രത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന 450 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണമാണ് നടന്നത്. വിജയകരമായ പരീക്ഷണമെന്ന് പാകിസ്ഥാൻ അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ അടക്കം ഇവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നതായിരുന്നു ഈ പരീക്ഷണം. അവരെല്ലാവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം നടന്നത്. പരീക്ഷണം വിജയകരമാണെന്ന് പിന്നീട് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ അതിർത്തിയിൽ പ്രകോപനം പല സ്ഥലങ്ങളിലായി തുടരുന്നുണ്ട്. പരസ്പരം വെടിവെപ്പുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യൻ സൈന്യവും കൃത്യമായ ചെറുത്തുനിൽപ്പുകളും തിരിച്ച് വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലാണിപ്പോൾ അതിർത്തിയിലെ സാഹചര്യം. സങ്കീർണമായ രീതിയിൽ തന്നെ പോകുന്നു മുന്നോട്ട്. ഇതിനിടയിലാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രധാനമന്ത്രിയുമായുള്ള സന്ദർശനം. ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുക തന്നെയായിരുന്നു ഈ നീക്കത്തിന്റെ ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് TG സജിത്ത് പങ്കുവച്ചത്. എന്നാൽ പഹൽഗാം സംഭവത്തിൽ ഇന്ത്യക്ക് തെളിവുകളൊന്നും പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പാകിസ്ഥാനെ തെറ്റായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉദ്ധരിച്ച് ARY ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പഹൽഗാം സംഭവത്തിന് പിന്നിലെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് വിശ്വസനീയവും സുതാര്യവും നിഷ്പക്ഷവുമായ ഒരു അന്താരാഷ്ട്ര അന്വേഷണം നടത്താമെന്ന പാകിസ്ഥാന്റെ വാഗ്ദത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത്തരമൊരു അന്വേഷണവുമായി പാകിസ്ഥാൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും തുർക്കി അതിൽ ചേർന്നാൽ സ്വാഗതം ചെയ്യുമെന്നും തുർക്കി അംബാസഡറെ അറിയിച്ചതായി ARY ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഹൽഗാം സംഭവത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ ഉണ്ടായിട്ടും പാകിസ്ഥാന്റെ പ്രതികരണം ഉത്തരവാദിത്വത്തോടെ ആയിരുന്നു എന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ. പാക് അധീന കാശ്മീരിലെ ലോഞ്ച് പാഡുകളിലുണ്ടായിരുന്ന ഭീകരർ പാകിസ്ഥാനിലേക്ക് തന്നെ പിൻവാങ്ങി. അതിനിടെ ജമ്മു ജയിലിൽ ഉള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. ഏത് നിമിഷവും ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കണക്കുകൂട്ടിയാണ് പാക് അധീന കശ്മീരിലെ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ മാറ്റിയത്. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ പാക് അധീന കശ്മീരിൽ തമ്പടിക്കുകയും അവിടെ നിന്ന് സാഹചര്യം ഒത്തുവന്നാൽ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുകയുമാണ് പതിവ്. പഹൽഗാം ആക്രമണത്തിന് മുൻപ് കട്വയ്ക്ക് സമീപമുള്ള ഷക്കൻഗഡ്, നൌഷാരോട് ചേർന്നുള്ള സമാനി, ഹിരാനഗറിലെ സുഗ്മൽ എന്നീ 3 ലോഞ്ച് പാഡുകൾ സജീവമായിരുന്നു. ഓരോ ലോഞ്ച് പാഡുകളിലും 12 ഭീകരർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടെ ഇവർ പാകിസ്ഥാനിലേക്ക് മടങ്ങി. മിന്നലാക്രമണ സാധ്യതയുള്ളതിനാൽ 2 മാസത്തേക്കുള്ള ഭക്ഷണം കരുതണമെന്ന് പാക് അധീന കശ്മീരിലെ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുന്ന 2 പേരെ ചോദ്യം ചെയ്തു. 2023 രജൌരിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവർക്ക് പഹൽഗാം ആക്രമണം നടത്തിയവരുമായി ബന്ധമുണ്ടെന്നാണ് NIA സംശയിക്കുന്നത്. അതിനിടെ തുടർച്ചയായ 9ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അഗ്നൂർ സെക്ടറുകളിലായിരുന്നു പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
പാകിസ്ഥാനുമേൽ കൂടുതൽ നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി നിരോധിച്ചു. പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും നിരോധനമുണ്ട്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. ദേശീയ സുരക്ഷയും പൊതുനയവും കണക്കിലെടുത്താണ് നിരോധനമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഭീകരപ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. പാരീസ് ആസ്ഥാനമായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടാൽ വിദേശ നിക്ഷേപത്തെയും രാജ്യാന്തര ഇടപാടുകളെയും അത് സാരമായി ബാധിക്കും. അടുത്ത യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. പത്തനംതിട്ടയിൽ 13-കാരിയുടെ മരണം പേവിഷബാധയെ തുടർന്ന്. വാക്സിൻ എടുത്ത ശേഷമാണ് പേവിഷബാധ ഉണ്ടായത്. പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, എപ്പോഴാണ് ഭാഗ്യലക്ഷ്മി മരണപ്പെട്ടത്? വാക്സിൻ എടുത്തിട്ടും ഫലമുണ്ടായില്ല എന്നത് എങ്ങനെയാണ് വ്യക്തമായിട്ടുള്ളത്? അഭിലാഷ്, ഭാഗ്യലക്ഷ്മി മരിച്ചത് 13 വയസ്സുകാരി ഭാഗ്യലക്ഷ്മി മരിച്ചത് ഈ ഏപ്രിൽ 9-ാം തീയതിയാണ് ഭാഗ്യലക്ഷ്മി മരിച്ചത്. ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മിയെ വളർത്തുനായ വീടിന് സമീപമുള്ള വളർത്തുനായ കടിക്കുന്നത്. അതിനുശേഷം വാക്സിൻ എടുക്കുക ജില്ലാ ആശുപത്രിയിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഭാഗ്യലക്ഷ്മി എത്തിക്കുകയും തുടർന്ന് വാക്സിൻ എടുക്കുകയും ചെയ്തു. വാക്സിൻ എടുത്തതിന് ശേഷമാണ് നോർമലായി വീട്ടിൽ വരികയൊക്കെ ചെയ്തതാണ്. അതിനിടയിലാണ് ഏപ്രിൽ 2-ാം തീയതി അസ്വസ്ഥത അനുഭവപ്പെടുകയും പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നില വഷളാവുകയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഭാഗ്യലക്ഷ്മി മരണപ്പെടുന്നത്. ഏതായാലും ഈ വാക്സിൻ പൂർണ്ണമായി എടുത്തിട്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വീട്ടുകാരെ എല്ലാം ഒരു ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഈ നായയുടെ കടിയേറ്റു, അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴിയുകയും ഒപ്പം വാക്സിൻ എടുക്കാൻ ആശുപത്രി എല്ലാ കോഴ്സും പൂർത്തീകരിക്കുകയും ചെയ്തു. വാക്സിന്റെ എല്ലാ കോഴ്സും പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മാസങ്ങൾ പിന്നിടുമ്പോൾ അസ്വസ്ഥ ഉണ്ടാവുന്നു. പിന്നീട് അത് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും അന്ന് തന്നെ ഈ നായ കടിച്ചതിന്റെ 3-ാമത്തെ ദിവസം തന്നെ നായ ചത്തുനിലയെ കണ്ടെത്തുകയും ചെയ്തു. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് തന്നെ നായ്ക്ക് പേവിഷബാധ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തന്നെ വാക്സിൻ എടുത്തുകൊണ്ട് സ്വാഭാവികമായും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വീട്ടുകാരും ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ഒക്കെ മനസ്സിലാക്കിയത്. പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടാവുകയും ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി അസുഖം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി 9-ാം തീയതി കൂടി കുട്ടി മരിക്കുകയും ചെയ്തു. കാരണം നിരവധി ചികിത്സകളൊക്കെ നടത്തിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആണ് ഈ വാക്സിൻ എടുത്തതിന് ശേഷവും ഉണ്ടായത്. എന്തായാലും പേവിഷബാധയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ വീട്ടുകാരും എല്ലാം ആശുപത്രിക്കെതിരെയും ഒപ്പം വാക്സിൻ ഗുണനിലവാരമില്ലാത്ത എന്ന രീതിയിലൊക്കെയാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. അതോടൊപ്പം തന്നെ കുത്തിവയ്പ് നൽകിയിട്ട് സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ തെരുവുനായയുടെ കടിയേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിലാണ്. കടിയേറ്റ ഉടൻ ചികിത്സ തേടിയിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് എന്ന് SAT ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. പേവിഷബാധയേറ്റ് മലപ്പുറം പെരുവള്ളൂരിൽ 5.5 വയസ്സുകാരി മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് വീണ്ടും പേവിഷബാധ. ഏപ്രിൽ 8-നാണ് കുട്ടിക്ക് കടിയേറ്റത്. ഉടൻ മുറിവ് കഴുകിയെന്നും കൃത്യമായി ചികിത്സ നൽകി എന്നും അമ്മ പറയുന്നു. മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു, കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SATയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ്. കണ്ടീഷൻ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ്. ഇന്ന് രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെന്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു.
പേവിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തതുകൊണ്ടല്ല, കടിയേറ്റതിന്റെ ആഴവും എവിടെയാണ് കടിയേറ്റത് എന്നതും പ്രധാനമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച 3 പേരുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 3 പേരുടെയും മരണം പുക ശ്വസിച്ചുള്ളതല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച വനം മേധാവിയുടെ റിപ്പോർട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ എന്നാണ് വനം മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതിലും വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. മറ്റ് പലരും സംസ്ഥാനത്ത് ഇത്തരത്തിലൊക്കെ ഉള്ള പുലിപ്പല്ലൊക്കെ ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ട്. അതൊന്നും വനംവകുപ്പ് അന്വേഷിക്കുന്നില്ല. പക്ഷേ റാപ്പർ വേടനെതിരെ വളരെ പെട്ടെന്ന് വനംവകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചു എന്നതൊക്കെ ആയിരുന്നല്ലോ ആക്ഷേപം. അതിലെന്താണ് ഈ വനം മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? വേടനെതിരായ വനംവകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ്, പ്രതിഷേധമാണ് ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് ഉണ്ടായത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വനംവകുപ്പിന്റെ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പുതിയ വനം മേധാവി രാജേഷ് രവീന്ദ്രനാണ് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് റിപ്പോർട്ട് കൈമാറിയതിൽ ഈ വനംവകുപ്പിന്റെ നടപടികളെ കുറ്റപ്പെടുത്തിയും എന്നാൽ ന്യായീകരിച്ചും ആ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. പ്രധാനമായും കുറ്റപ്പെടുത്തലുള്ളത് വേടനെതിരെയുള്ള ശ്രീലങ്കൻ ബന്ധം ആരോപിക്കുന്ന കാര്യത്തിലാണ്. അത് ശരിയായില്ല, അത് അനാവശ്യമായ കാര്യമായിരുന്നു. മാത്രവുമല്ല, ഈ നടപടികൾ പലതും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുപോയി. അത് ശരിയായ ഒരു കീഴ്വഴക്കമായിരുന്നില്ല. അതാണ് ഈ വിവാദമുണ്ടാകാൻ കാരണമെന്ന് കുറ്റപ്പെടുത്തൽ കൂടി റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് വേടനെതിരായ വനംവകുപ്പിന്റെ അന്വേഷണമെന്നും റിപ്പോർട്ട് പറയുന്നു. അതായത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നടപടി എടുക്കേണ്ടതുണ്ട്, അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിൽ ന്യായീകരണം സ്വഭാവത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ വലിയ രാഷ്ട്രീയവാദമായി കൂടി ഇത് മാറിയിരുന്നു. മറ്റു പലർക്കും എതിരെ ഉണ്ടാകാത്ത നടപടി പെട്ടെന്ന് എടുത്തിയാടിയ ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ പുലിപ്പല്ല് കേസിൽ ഉണ്ടായി എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത്. ഏതായാലും വനം മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, വീഴ്ചകൾ സംബന്ധിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച 3 പേരുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 3 പേരുടെയും മരണം പുക ശ്വസിച്ചുള്ളതല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. സംഭവം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷിക്കും എന്നും PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം നടത്തും. തീപിടുത്തമുണ്ടായ ബ്ലോക്ക് സാധാരണ നിലയിലാക്കാൻ 3 ദിവസം സമയമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ കത്തിയ ബാറ്ററികൾ, UPS റൂം, മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ അതിപ്പോൾ നമുക്കവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇതിൽ ഈ ബന്ധുക്കളുടെ ആരോപണം മരണം പുക ശ്വസിച്ചേ എന്നുള്ളതായിരുന്നല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് തള്ളുകയാണോ? അഭിലാഷ്, പുക ശ്വസിച്ച് മരിച്ചു എന്ന രീതിയിലല്ല, അത് അങ്ങനെ ഈ പുക മൂലമുണ്ടായ അപകടത്തിൽ മരിച്ചു എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി വ്യക്തമാക്കുന്നത് പുക ശ്വസിച്ചല്ല ഈ ആളുകൾ മരിച്ചത് എന്നാണ്.
അത്തരത്തിലൊരു അസ്വാഭാവികത കാണുന്നില്ല. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രധാനമായും മറ്റ് ചില രേഖകൾ കൂടി പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. അതായത് ഇവര് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സമയം, അത് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഈ പുക ബാധിച്ച് പുറത്തേക്ക് മാറ്റിയ സമയം, ഒരു മരിച്ച സമയം എന്നിങ്ങനെയുള്ള ആ സമയക്രമങ്ങൾ ഈ കേസ് ഷീറ്റിൽ പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൽ 2 പേർ നേരത്തെ തന്നെ മരിച്ചു എന്ന ഒരു വിവരം ആശുപത്രി അധികൃതർ തന്നെ സമ്മതിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. അവർ ആശുപത്രിയുടെ ബ്ലാക്ക് ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. മറിച്ച് റെഡ് ഏരിയയിൽ ഉണ്ടായിരുന്ന ICUയിലൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകൾ വെന്റിലേറ്റർ സംവിധാനം മാറ്റി പുറത്തേക്ക് എത്തിച്ചപ്പോൾ മരിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. എന്തായാലും അതേക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനായി ഒരു ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നത സമിതിയെ നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാവും അക്കാര്യത്തിൽ ഉണ്ടാവുക. അവർ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം ആയിരിക്കും അക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകുക. അതായത് 7:45 സമയത്താണ് ഈ പുക കാണുകയും അവിടെ അത്യാഹിതം ഉണ്ടാവുകയും ചെയ്ത് അതിനുശേഷമാണോ മരണം നടന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം അതിലുണ്ടാവും. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി പുക ശ്വസിച്ചാണോ മരിച്ചതെന്ന ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അത് അല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം മാറ്റുമ്പോൾ, ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുമ്പോൾ ഉണ്ടായ ഒരു അത്യാഹിതമാണോ എന്ന പരിശോധന ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ മന്ത്രി വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതികമായ പരിശോധനകൾ അപകടവുമായി ബന്ധപ്പെട്ടും അപകടത്തിലേക്ക് നയിച്ച സാഹചര്യവുമായി ബന്ധപ്പെട്ടും നടക്കും. ഒപ്പം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാവിധ സഹായവും നൽകും. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം പഴയ രീതിയിൽ പുനരാരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും 2 മുതൽ 3 ദിവസം വരെ ഇതിനുള്ളൊരു സമയം വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് വിവിധ തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വീണ്ടും ഇവിടെ ഈ സംവിധാനങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനുശേഷം അപകട കാരണം വ്യക്തമാകും. ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുടർ നടപടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറത്ത് ചക്ക വീണ് 9കാരിക്ക് ദാരുണാന്ത്യം. ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ഐഷ തസ്നിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഐഷയുടെ ദേഹത്തേക്ക് സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം ചർച്ചയാകുന്നു. പ്രമുഖ നടനുമായുള്ള തർക്കമാണ് ഈ പരാമർശത്തിന് പിന്നിൽ. എന്നാൽ നടൻ ആരെന്ന് വെളിപ്പെടുത്തിയില്ല. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ്. ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണം. മലയാള സിനിമയിലെ നടന്മാരെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് പ്രസ്താവന. അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ നടപടിയെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.
KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരും. തലപ്പത്ത് നേതൃമാറ്റം ഇപ്പോൾ വേണ്ടെന്ന് സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. അതേസമയം അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കി. News 18 പുറത്തുവിട്ട വാർത്തയിൽ സ്ഥിരീകരണവുമായി സുധാകരൻ രംഗത്തെത്തി.